മലപ്പുറം ജില്ലയിലെ തിരൂർ താലൂക്കിലെ ചമ്രവട്ടം അഥവാ ശമ്പരവട്ടം അയ്യപ്പ ക്ഷേത്രം. ശമ്പരമുനി തപസ് ചെയ്ത സ്ഥലമായതിനാൽ ശമ്പരവട്ടം എന്ന നാമം ലഭിച്ചു. ശമ്പരവട്ടം ലോപിച്ച് ചമ്രവട്ടമായി മാറി. ഭാരതപ്പുഴയാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ക്ഷേത്രത്തിന് 400 വർഷത്തിലധികം പഴക്കമുള്ളതായി കരുതപ്പെടുന്നു. പ്രഭ എന്ന ഭാര്യയോടും സത്യകൻ എന്ന മകനോടും കൂടിയുള്ള ഗൃഹസ്ഥ ശാസ്താവാണ് മുഖ്യ പ്രതിഷ്ഠ. ഇവിടെ പ്രകൃതി തന്നെയാണ് അയ്യപ്പൻ എന്നാണ് സങ്കല്പം. കൂടാതെ ഗണപതി, ശിവൻ, വിഷ്ണു, സുബ്രഹ്മണ്യൻ, അയ്യപ്പൻ, ദുർഗ, ഭദ്രകാളി, നാഗദൈവങ്ങൾ ഇവയുടെ പ്രതിഷ്ഠകളും ഉണ്ട്. മണ്ഡലകാലത്ത് ധനുമാസത്തിലെ അവസാന 11 ദിവസം അതിവിശേഷമായി കണക്കാക്കപ്പെടുന്നു. പ്രകൃതിയുടെ നിയന്ത്രണത്തിൽ സ്വാഭാവികമായ ആറാട്ട് നടത്തുന്ന ചുരുക്കം ചില ക്ഷേത്രങ്ങളിലൊന്നാണ് ഈ ചമ്രവട്ടം ക്ഷേത്രം. മഴക്കാലത്ത് ഭാരതപ്പുഴ ഒഴുകി വന്ന് ക്ഷേത്രത്തിലെ വിഗ്രഹം മുങ്ങുന്ന പതിവുണ്ട്. ഭഗവാന്റെ ആറാട്ടായി ഇതിനെ വിശേഷിപ്പിക്കുന്നു. ഈ സ്ഥലത്ത് ധർമ്മശാസ്താവ് പത്മാസനസ്ഥനായി ചമ്രം പടിഞ്ഞിരുന്നതായും അങ്ങനെ ചമ്രവട്ടം എന്ന സ്ഥലനാമം ഉണ്ടായതായും മറ്റൊരു ഐതിഹ്യം പറയുന്നു.